ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ടൊരു നല്ലൊരു കറിയാണ് കേട്ടോ. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തക്കാളി വെച്ചിട്ടൊരു മീൻ കറി വെപ്പാണ് വെക്കുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ വരെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കണം. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സവാളയും അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു 3 പച്ചമുളക് നടുകീറിയത്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, 2 ചുവന്നുള്ളി ചതച്ചത്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും സവാളയൊക്കെ ഒന്ന് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാതും ഒന്ന് യോജിച്ച് വരണം. അപ്പം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഞാനിത് വെന്ത് വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി വരണം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ നാളികേരം എടുത്തിട്ടുണ്ട്. അത് ചെറുകിയതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നാളികേരം നല്ലപോലെ ഫൈനായിട്ട് അരച്ച് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1-ാം പാൽ 2-ാം പാലൊന്നും ഇല്ല. എല്ലാ പാലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 2.5 കപ്പ് പാലുണ്ടാവും. അപ്പോൾ ആ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ടൈമിൽ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റില്ലേ നോക്കുക. കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അളവെല്ലാം കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. പാല് പിരിഞ്ഞു പോയാൽ കാണാൻ കറി ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കറി തിളക്കരുത്, നല്ല പോലെ ചൂട് പിടിക്കണം. ചെറിയൊരു തള നമുക്ക് കാണില്ല, ചെറുതായിട്ട് നമുക്ക് അറിയാമല്ലോ. നല്ല പോലെ ചൂടാക്കാൻ ചെറിയൊരു തള അവിടെ പിടിക്കാൻ കാണില്ല. അപ്പോൾ ആ ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കുക. അതിന് ശേഷം നമ്മൾ ഇളക്കരുത്, നിർത്തരുത്. കണ്ടിന്യൂസ്ലി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു ചൂടിൽ വീണ്ടും നമ്മളിങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ അപ്പോഴും പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയോണം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇളക്കിയോണം നിൽക്കുക. അതിന് ശേഷം ഇളക്കൽ നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കറി നല്ലപോലെ ചൂട് പിടിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറുതായിട്ട് തള വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓഫ് ചെയ്താലും 2 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ മൺപാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറി നല്ലപോലെ ചൂട് പിടിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു തള വന്നു കഴിഞ്ഞാലും ഫ്ലെയിം ഓഫ് ചെയ്താലും അതൊക്കെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കറി ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അപ്പോഴും പിരിയാം. അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇളക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 15 ചെറുള്ളി, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചെറുള്ളി വേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. കാച്ചി ചെയ്ത് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാനായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ള ആ കാച്ചി ചെയ്തതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെ തോന്നുമെങ്കിലും ഇത് ഇരുന്ന് ഒന്നുകൂടിയും കട്ടിയാവും കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ നാളികേരപ്പാൽ മാത്രം ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നാളികേരം അരച്ച് ഒഴിക്കാനും പറ്റും, പക്ഷേ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.